ചക്കയും നല്ല ഇറച്ചിയും അങ്ങോട്ട് രണ്ടോടും മിക്സ് ആക്കിയിട്ട് ഒരു 1.5 ഒരു ജഗപോക ഉണ്ട്. വെള്ളിയാഴ്ച നല്ല ചക്ക ഇറച്ചിക്കറിയും അല്ല സിമ്പിളായിട്ട് വെറും സിമ്പിളായിട്ട്. അയ്യോ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ഇതൊക്കെ നല്ല കോഴ്സ് പാണ്. പൊളി ചക്ക മാഷാ അല്ലാ. ഇതേമ കൊയ്ത് ഇപ്പൊ കാനം വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അടുത്ത നമ്മളെ വീഡിയോ നല്ല ഒന്നും സംഭവിക്കൂല. കേറ് പതുക്കെ കണ്ടോ പൊട്ടിച്ചും കണ്ടോ ഇനി ഇവ കേറടാ പിടാ ഇറങ്ങി ചെങ്ങായി താഴട്ട് നല്ല പമ്പിങ് ഉണ്ടാവും. അതിന് പമ്പിങ് ഉണ്ട് അല്ലേ? എത്ര വാങ്ങണ്ട് എന്നുള്ള നിങ്ങളൊന്ന് ഗസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താക്കുക കമന്റ് ഇറച്ചിക്കറിയും അല്ല സിമ്പിളായിട്ട് വെറും സിമ്പിളായിട്ട്. അയ്യോ അമ്മോ സാധനം ഉണ്ട് കേട്ടോ. ഏതാ സാധനം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരടി എപ്പോ നല്ല നാടൻ ചക്കട്ടാ. അപ്പൊ നമ്മ കട്ട് ചെയ്യല്ലേ? നല്ലൊന്ന് വെള്ളിയാഴ്ച ഇറച്ചും കൂട്ടിയിട്ട് ഒരു അടി. ബിസ്മില്ലാ. അപ്പൊ ഒന്ന് ഇതാക്കണ നല്ല ചക്കാട് നാടൻ ചക്ക കൊഴുത്തിക്കണ്. അപ്പൊ അടിക്കാ മുറിക്കാട്ടെ. ബിസ്മില്ലാ. പോയി ഒന്നുകൂടി മുറിക്കേണ്ടി അങ്ങനെ ഉണ്ടല്ലേ? അപ്പുറത്തായി മുറിയില്ലട്ടോ. ചക്ക എനിക്ക് മുറിക്കാൻ അറിഞ്ഞോ. അപ്പൊ അടുത്ത ആളെ പൊസിഷൻ ചക്ക മുറിക്കാൻ ആളെ. ചക്ക മുറിക്കാന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരം കോഴ്സാണ്. അതാ മുറിയ ചക്ക മുറിക്കുന്നതാ. ഇതൊക്കെ നല്ല കോഴ്സ് പാണ്. ആദ്യത്തെ നമ്മളെ പിന്നെ അന്നപ്പോ എന്താ പറയുക ഈ ചെയ്ത് വെച്ചത് ഒരു നല്ലോണം അയവ മാഷാ അല്ലാ. അടിപൊളി അടിപൊളി. ഇതൊക്കെ പിന്നെ നാട്ടിൽ നിന്ന് എന്താ മുതലേ അടിപൊളി സാധനം. പൊളി ചക്ക നല്ലതാക്കണം. പീസ് എടുത്ത് നോക്കി രസം കഴിച്ചു നോക്കാം അല്ലേ? ഇന്ന് നമുക്ക് ഇവിടെ എന്താ സംഭവം? വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ച. അന്ന് ചക്ക പിന്നെ ഇറച്ചിക്കറിയോ. അതായത് എന്താ വെച്ചാൽ സംഭവം പിന്നെ പണ്ടൊരു ഇതുണ്ട്. എന്താ ചെല്ലെന്തേനു എന്താ ചെല്ല് അങ്ങനല്ല എന്തൊരു സംഭവം ഉണ്ട് പറയലുണ്ടായിരുന്നു. മറന്നുപോയല്ലോ. ബിസ്മില്ലാ. അടിപൊളി ചക്കയുണ്ട്. പയനുണ്ട്. പയൻ എന്ന് പറഞ്ഞുള്ള ഒരു കാറ്റഗറി പെട്ട സംഭവം കേട്ടോ. നല്ല പൊടിയുണ്ട് സംഭവം. മാഷാ അല്ലാ. ഇതേമ കൊയ്ത് പരിചയപ്പെടുത്തി തരികയാണ്. സംഭവം പൊളി. ചക്കയും നല്ല ഇറച്ചിയും അങ്ങോട്ട് രണ്ടോടും മിക്സ് ആക്കിയിട്ട് ഒരു 1.5 ഒരു ജഗപോക ഉണ്ട്. അതൊരു പ്രത്യേക തരം ടേസ്റ്റാണ്. ചക്ക പൊളിച്ചെടുക്കണം മക്കളെ. നല്ല ചക്ക കുരു മാറ്റി വെച്ചിരിക്കണം. അത് ഒരു ദിവസം പൊട്ടിക്കൽ ഒട്ടിക്കണം. എല്ലാവരും പോട്ട് നല്ല ബീഫിൻ്റെ കറി, നല്ല തേങ്ങ അരച്ച്, പിന്നെ നല്ല ചൂടുള്ള ചക്ക. ഇതൊരു നൊസ്റ്റാൾജി തന്നെയാണ് കേട്ടോ. ഞാൻ കണ്ടമാനം നല്ലോണം തിന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നല്ല കറി അങ്ങനെ തൂമിച്ച് ചട്ടിയിലുണ്ടാക്കിയ കറിയും ആ മിക്സിങ്ങുള്ള പിന്നെ ആ ഒരു കൂട്ടിയടിക്കുന്ന ചൂടോടുക്കെ തിന്നണ വൈബില്ല. വേറെ വൈബ് തന്നെ. നല്ലോണം തിന്നുക. എന്താ വെച്ച് കഴിഞ്ഞാൽ വൃത്തി 16 പോയിട്ട് നല്ല ബീഫും വാങ്ങിക്കിന്. ഒരു ദിവസം എൻ്റെ സ്ഥലത്ത് പോയപ്പോൾ എന്നെ പറ്റിച്ചിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 16 പോകുള്ളൂ. നല്ല അടിപൊളി ബീഫും കിട്ടി. ഞാനതിപ്പോൾ രണ്ടാമത്തെ ഇടലാണ്. ഒരു ഇഡലി കഴിഞ്ഞ് കണ്ടില്ലേ? ആ ഒരു ഇഡലി കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ തൈരുണ്ടായിരുന്നു.
വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അത് എടുക്കുന്ന സ്റ്റൈൽ കൂട്ടിയിട്ടുള്ള വൈബില്ല, നല്ല സുഖം കിട്ടും, നല്ല ടേസ്റ്റ്. എന്താണ് അറിഞ്ഞൂടാ, ഒരു വെറൈറ്റി കിട്ടിക്കണേ, അടിപൊളി. അടുത്ത നമ്മളെ വീഡിയോ നല്ല അടിപൊളി ചേലമാവ് വേണ്ട, ഞാൻ പിടിക്കാതേക്ക് നന്നാകുക. കേറിക്കോ, ഇതൊന്നും സംഭവിക്കും. അവിടെ കേറി, എനിക്ക് ബസ് ഉണ്ടാവില്ല, കേറിക്കോ, കേറടാ. പേടിച്ചിട്ട് ഒന്നും സംഭവിക്കൂല, കേറി. കോലോല മോള് പതുക്കെ കണ്ടോ, പൊട്ടിച്ച് കണ്ടോ. ഇനി ഇവ കേറടാ, പിടിച്ചോ. ആ അതെ, വാ ചെങ്ങായി താഴ്ത്ത് ഇങ്ങനെ. ഇത്രയും നല്ലൊരു മാങ്ങ കയ്യിലൊന്നും പിടിക്കേ. എന്താ മറ്റേ കല്ലുമല ഇവിടെ നോക്കിയാ തട്ടിക്കണോ നോക്ക്, കല്ലുമ്മ തട്ടിക്കണോ നോക്ക്. ഇല്ലല്ലോ, വലിയ കിട്ടല. എന്നാ ചൊനിച്ചിട്ട് ഇങ്ങനെ കുത്തണം, ഇങ്ങനെ കുത്തി വെക്ക്. നാല് പിന്നെ ചൊന ഇമര് വരൂല. ചൊന വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഒരു ഭംഗി കുറവാ. അടുത്ത് ചോന അങ്ങനെ അടുത്തല്ലോ ഞാൻ കാണിച്ചു തരാം. അതൊന്ന് ഷൂട്ട് ചെയ്തേ, പിടിച്ചേ കൈ. ആ ഇങ്ങോട്ട് പിടിച്ചേ. ചോന ഷൂട്ട് ചെയ്തല്ലോ, ജസ്റ്റ് കാണിച്ചു കേട്ടോ. കണ്ടില്ലേ ഇങ്ങനെ ചോന കുത്തുമ്പോൾ ചിലത് ഇങ്ങനെ അടിപൊളിച്ച് നല്ല എന്താ പറയുക, നല്ല പമ്പിങ് ഉണ്ടാവും. അതിന് പമ്പിങ് ഉണ്ട് അല്ലേ? അത് തന്നെ. അപ്പോൾ സാധനം കണ്ടോ, നമ്മളൊരു പിന്നെ ചെറിയൊരു തൈ ചേലമാവാണ്, ചേലമാങ്ങ കേട്ടത്, ചേലൻ. അപ്പൊ അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിക്കട്ടെ. ഒന്നും ആവില്ല. പേടിക്കോ വേണ്ട. കണ്ണില് ചൊന വരും. അയ്യോ ഒരു പ്രശ്നവുമില്ല. അപ്പുറത്തൊക്കെ എനിക്കൊന്നും സംഭവിക്കൂല. ഇല്ലടാ, ഇപ്പൊ കാനം വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട്. പറക്കട്ടോ സ്യാബോ, ഇതുകണി മൊത്തം പറ്റണം. ഇതുവനെ നമുക്ക് ഇതിലും വലിയ മാവിന്റെ മുകളിൽ കേറി. ആ കൊമ്പിന് ഉറപ്പില്ലേ? ഇതാക്കണം, ഇവിടെ കൊമ്പ് ഇതാക്കണം. മാഷാ അല്ലാഹ്, അതില് പോയാൽ കിട്ടും. ആയിട്ട് നീങ്ങണ്ട, അത് ഉറപ്പില്ല, അവിടെ നിന്നു. ഇല്ലടാ, ഈ മറ്റേ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഇതെടുത്തു, തുണി അയ്യോ റെഡി. അതൊക്കെ കമ്പി നിക്കൂല, നിക്ക് മോടിക്കടോ പിടിച്ചേ. നിങ്ങൾ അങ്ങോട്ടേക്ക് വെച്ചേ. റെഡി, വൺ ടോളി. അത് കയ്യിലൊക്കെ ഇനി വേറെ വരും അവർക്ക്. മാറിക്കാള് ഇത്തിക്കണി കച്ച് കാണിച്ചാണ്. മാവ് നശിച്ചു പോകും, കണ്ണി ഉണ്ടെങ്കിൽ മാവിന് ദോഷം ചെയ്യും. അപ്പോൾ അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാവിൻ്റെ മുകളിലുണ്ടെങ്കിൽ എന്താ പേര്, വെളിപ്പേര് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇത്തിക്കണ്ണി എന്നാണ് പറയുക, ഇത്തിക്കണ്ണി. അപ്പോൾ ഇത്തിക്കണ്ണിയുള്ള രണ്ട് കൊമ്പ്, വലിയ കുറേ ഇത്തിക്കണ്ണിയുള്ള രണ്ട് കൊമ്പ് അങ്ങ് വെട്ടിക്കാൻ. അപ്പോൾ മാവ് ഏകദേശം ഈ ഒരു സംഭവം മൊത്തം ക്ലീനാക്കിയിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ ഒരു ഫംഗസ് ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറേയൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ക്ലിയറാക്കാൻ പറ്റും. ഇതിൽ കൊമ്പാട് വെട്ടിക്കാൻ വൃത്തി. അടുത്ത പ്രാവശ്യം ഉഷാറാവും ഇൻഷാ അല്ലാഹ്. നല്ലോണം മാവുണ്ടാകട്ടെ. അത്യാവശ്യം നമ്മളെ ചെറിയ മാവാണ്, അത്യാവശ്യം മാങ്ങ. എത്ര മാങ്ങ ഉണ്ടെന്നുള്ള നിങ്ങളൊന്ന് ഗസ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾ എന്താക്കുക കമന്റ് ആയിട്ട് അടിക്കുക. 50ന്റെ ചോടയാണ്. അപ്പോൾ എത്ര വേണമെന്ന് വെച്ചാൽ ഇത് പറഞ്ഞോളി. എത്ര മാങ്ങ ഇതിലുണ്ടാവും പോരെ? അപ്പോൾ നിങ്ങൾ നമ്മളെ അപ്പോൾ എന്താ പറയണ്ടി അടുത്ത വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോസ് വരും. ഇന്നത്തെ ഇങ്ങനെ കഴിഞ്ഞ് ഇനി അടുത്ത ഇൻഷാ അല്ലാഹ് പറഞ്ഞ പോലെ